കാർഡുകൾ ഒരുപാടുണ്ട് നാട്ടിൽ. വെള്ള കാർഡിന് അർഹരായ ഒരുപാട് ചുവന്ന കാർഡുകൾ നാട്ടിലുണ്ട്, ഒരുപാട് ബ്ലൂ കാർഡുകൾ നാട്ടിലുണ്ട്, നീല കാർഡ് കുറേ നാട്ടിൽ. ശരിക്കും പരിശോധിച്ച് നോക്കി, വെള്ള കാർഡുകാരനെ പരിശോധിക്കും. അങ്ങനെ വലിയൊരു അഴിമതി നാട്ടിൽ നടന്നിട്ടുണ്ട്. ഒരുപാട് വെള്ള കാർഡിന് അർഹരായ ആളുകൾ നീല കാർഡും മഞ്ഞ കാർഡും കൊണ്ടിടക്കുന്നുണ്ട്. അത് സർക്കാർ പരിശോധിക്കണം. ഇതായോ, അത് നമുക്ക് പറയാല്ലേ. അപ്പോൾ എന്താ പറഞ്ഞത്, കടക്കാർ സമരം ചെയ്യാണ്. മൊത്തമായൊന്നും വല്ലാതെ കിട്ടണില്ല, വല്ലാതെ കിട്ടണില്ല. അപ്പോൾ കാരണം ഇതൊക്കെ സഹിക്കുക, ഇതിനല്ല, ഇതിലൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വരെ ഈ അരി വായ്പയെന്ന് പറഞ്ഞു. പട്ടിണി വല്ലാപ്പയായി. രാവണൻ എല്ലാവർക്കും സുഖമല്ലേ? മതാന്തര സംവാദ തിരുസംഘം കർദിനാൾ പൂവക്കാട് തലവൻ. വഖഫ് ബില്ലിനെതിരെ പ്രതിഷേധം, 10 MP-മാർക്ക് സമിതിയിൽ നിന്ന് സസ്പെൻഷൻ. 10 MP-മാർക്ക് 10 പോരാ, മൊത്തത്തിലെത്തിനുമാണ് സസ്പെൻഡ് ചെയ്യാനുള്ള അഭിപ്രായം. 10 വേണ്ട. അവിടെ TP-ക്കായി സൗഹൃദത്തിൻ്റെ ഈ റെഡ് സല്യൂട്ട്. ഹൈ TP, ആ സ്റ്റോറൊന്നും പറയാതിരിക്കാനല്ലത്. നമ്മളെ KK രമയുടെ ഭർത്താവ് TP ചന്ദ്രശേഖരൻ അല്ലേ, പഴയ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ ഇടതുപക്ഷത്തിൻ്റെ MLA അതൊക്കെ ആളാണ്. ചില പാർട്ടി വിരുദ്ധ അദ്ദേഹത്തിൻ്റെ ആശയത്തിനൊക്കാത്ത ചില തീരുമാനങ്ങളൊക്കെ പാർട്ടി എടുത്തപ്പം അദ്ദേഹത്തിന് വിട്ടുപോകും. വേറെ രാഷ്ട്രീയ പാർട്ടി രൂപം കൊള്ളിച്ചു. ആ രാഷ്ട്രീയ പാർട്ടി അതിലേക്ക് ജനം നല്ലോണം വരാൻ തുടങ്ങി. ഇന്ന് അൻവർ കാട്ടുന്ന പോലെ തന്നെയാണ് സംഭവം. അത് പാർട്ടിക്ക് വലിയ ശീലമുണ്ടാക്കി. ചന്ദ്രശേഖരൻ എന്താ പാർട്ടിയുടെ പേര് ഞാൻ പറഞ്ഞു, നമുക്ക് ആ പാർട്ടി അവളുടെ അവൾക്ക് വേറെ പാർട്ടിയുടെ കൊടുക്കാൻ പേര് ഓർമ്മ വരില്ല പറയാൻ. ഏതായാലും വിഷയം അതാണ്. അങ്ങനെ ലാസ്റ്റ് തീരുമാനിച്ച് നമ്മൾ മോനെ അങ്ങോട്ട് ശരിയാക്കുക അല്ലേ. 51 വെട്ട്, 51 വെട്ട് തന്നെ. അപ്പോൾ നോക്കി എന്താണ് ഈ 51 വെട്ട് എന്താണെന്ന് പറഞ്ഞപ്പോൾ 51 MLA-മാർ വകപ്പെട്ടതാണ്. ഒരു MLA-ക്ക് ഒരു വെട്ട്, മറ്റേ MLA-ക്ക് ഒരു വെട്ട്. ഒരു മനുഷ്യനെ വെറുതെ പറയണേ, ആവശ്യത്തിന് ഒന്ന് കൊല്ലുകയാണെങ്കിൽ തന്നെ ഒന്ന് വെട്ടിക്കൊന്നു. കല വൃത്തികാടി ഒന്നാണ്ട് വെട്ട കെട്ടി ആൾ വെച്ച് ആയിക്കോട്ടെ. വെട്ടിയുമ്പോൾ കൂടെ വെട്ടി വിട്ടെന്നാൽ ഏതാണിത് വെട്ടുക? ഇത് അതൊക്കെ ആളുകൾ മാറി വെട്ടിക്കാണോ? അതാൾക്കൊരു അറിയില്ല. ഒരു മനുഷ്യനെ ഇത് കരക്കാനാണോ ഈ വെട്ടിയത്? ചന്ദ്രശേഖരൻ എങ്ങനെ വെട്ടിയത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പറഞ്ഞത് 51 വെട്ടെന്ന് പറഞ്ഞാൽ എന്താ ഇപ്പോൾ ഇതൊരു മനുഷ്യനെ വെട്ടുന്നത്? കരക്കനാ? സമ്മതിക്കണം മക്കളെ, ഞങ്ങൾ സമ്മതിക്കണം. എങ്ങനെ കൊല്ലണം എന്നുള്ളതും അത് നമുക്കറിയാം. കൊന്നാലുണ്ട് ഒരു മര്യാദ കൊല്ലല്. നാട്ടിൽ ഒരു മനുഷ്യനെ കൊല്ലുകയാണ്. ജയിലായാലോ, ജയില് കിടന്നല്ലോ, ഇച്ചുണ്ടല്ലോ. ഇപ്പോൾ കൊന്നോനും കൊല്ലുണ്ട്, അത് വേറെ വിഷയം. കൊല്ലിനോടത്തുണ്ട് ചില മര്യാദയൊക്കെ കാണിക്കണം. ഒരു വ്യക്തിനെ കൊല്ലുകയാണ്, മതി. എന്തിനാ ഇങ്ങനെ വേദനിപ്പിച്ച് കണ്ട് വെട്ടി നുറുക്കി? നമ്മളെ വക നമ്മൾ പറയല്ലോ ഒരു മനുഷ്യനെ. 51 വെട്ടി ചിന്തിച്ചൊക്കെയാണ്. എവിടേക്ക് വെട്ടുണ്ടാകും? എവിടേക്ക് അതിന് മാത്രം അവയെ പൊടി മനസ്സിലായി മേത്ത് ഇങ്ങനെ വെട്ടാൻ. അപ്പോൾ നുറുക്ക പാവം. എന്നിട്ട് അവളുടെ ഭാര്യ അവിടെ മത്സരിച്ച് അതേ ഇതിൽ ജയിച്ച് ഇവിടെ സ്മാരകത്തിൽ ഒരു റെഡ് ഷൂട്ടൊക്കെ നടത്തി. പാവം ദയനീയ തന്നെയാണ്. നമ്മൾ കൊന്നാലും ഇങ്ങനൊന്നും കൊല്ലല്ലേ, ഒരു മനുഷ്യനെ ഇങ്ങനൊന്നും കൊല്ലരുത്.